വമ്പൻ പ്രതീക്ഷകളുമായിട്ട് തിയേറ്ററിലെത്തി വൻ പരാജയമായിട്ട് വരുന്ന തമിഴ് ചിത്രമായിട്ട് മാറുകയാണ് മെയ്യഴകൻ എന്ന് പറയുന്ന സിനിമ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ പങ്കുവെക്കുന്നത് മെയ്യഴകൻ എന്ന് പറയുന്ന സിനിമയുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ്. അപ്പൊ വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കാണെങ്കിൽ പുതിയ സിനിമാ വിശേഷങ്ങൾക്ക് OTT അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. കാർത്തി അതോടൊപ്പം തന്നെ അരവിന്ദ് സ്വാമി തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി സി പ്രേംകുമാർ ഡയറക്ട് ചെയ്ത ഏറ്റവും പുതിയ തമിഴ് ചിത്രമാണ് മെയ്യഴകൻ എന്ന് പറയുന്ന സിനിമ. മികച്ച ഒരു ഫീൽ ഗുഡ് എന്റർടൈനർ ആയിട്ട് ഒരുക്കിയ ചിത്രം എന്തൊക്കെയാണ് തമിഴ് സിനിമാ പ്രേമികൾ അത്ര നല്ലൊരു സ്വീകാര്യത ചിത്രത്തിന് നൽകുന്നില്ലെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ചിത്രം 2D എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ സൂര്യൻ ജ്യോതികയും കൂടെ ചേർന്നാണ് നിർമ്മിച്ചിട്ടുണ്ടായത്. ചിത്രത്തിൽ ശ്രീദിവ്യ, സ്വാതി, ദേവദർശിനി, ജയപ്രകാശ്, ശ്രീരഞ്ജിനി, കരുണാകരൻ, ഇളവരസ തുടങ്ങിയവരും മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വരുന്നുണ്ടായിരുന്നു. എന്തൊക്കെയാണ് ചിത്രം ഇപ്പോഴത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ വലിയൊരു പരാജയത്തിലോട്ട് നീങ്ങുന്നു എന്ന് തന്നെയാണ് പറയാൻ സാധിച്ചിരിക്കുന്നത്. ചിത്രത്തിലെ ആദ്യ ദിനം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ഏകദേശം 3 കോടി രൂപ മാത്രമാണ് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ളത്. രണ്ടാം ദിനം ചിത്രത്തിന്റെ കളക്ഷൻ ഒരു ഡൗൺ ആയി പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഏകദേശം 2.5 കോടിക്ക് മുകളിൽ മാത്രം ഉയർത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഞായറാഴ്ച ദിന കളക്ഷൻ ഏകദേശം 3 കോടിക്കടുത്ത് മാത്രം സ്വന്തമാക്കിയ ചിത്രം ഇതിനോടൊപ്പം തന്നെ 10 കോടി മാത്രമാണ് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നായിട്ട് ഏകദേശം 12 to 15 കോടി വരെ ചിത്രം സ്വന്തമാക്കിയെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും ചിത്രം എത്രത്തോളം വലിയൊരു സക്സസ് ആയിട്ട് മാറുന്നതിന് കണ്ടറിയണം. കാരണം ചിത്രത്തിന് വലിയ രീതിയിലുള്ളൊരു തിയേറ്ററുകൾ നഷ്ടമാകുന്ന അല്ലെങ്കിൽ ബുക്കിംഗ് എല്ലാം കുറയുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിച്ചിരിക്കുന്നത്. നിലവിൽ 2D എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ സൂര്യൻ ജ്യോതിയും കൂടെ നിർമ്മിച്ച സർഫിറ എന്ന് പറയുന്ന സിനിമ ഇന്ത്യൻ സിനിമയുടെ അക്കാലത്ത് വലിയ പരാജയങ്ങൾ ഒന്നായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. സൂര്യൻ നായകനായിട്ടെത്തിയ സുർറെ പൊട്ടു എന്ന് പറയുന്ന സിനിമയുടെ ഹിന്ദി റീമേക്ക് ആയിരുന്നു സർഫിറ എന്ന് പറയുന്ന സിനിമ. അക്ഷയ് കുമാർ നായകനായിട്ടെത്തിയ ചിത്രത്തിന് എന്നാൽ യാതൊരുവിധ ചലനങ്ങൾ സൃഷ്ടിക്കാൻ സാധിച്ചില്ല. ഏകദേശം 30 കോടിക്ക് മുകളിൽ മാത്രം കളക്ട് ചെയ്ത് ചിത്രം വലിയൊരു പരാജയത്തിലോട്ട് നീങ്ങിയിരുന്നു. ഇപ്പോഴത്തെ വീണ്ടും പരാജയത്തിന്റെ പടുകുഴിയിലോട്ട് വീഴുകയാണോ ഈ ഒരു കാർത്തിക് ചിത്രം എന്ന് വരും ദിവസങ്ങളിലൂടെ കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. അപ്പൊ മെയ്യഴകൻ എന്ന് പറയുന്ന തമിഴ് സിനിമ നിങ്ങൾ തിയേറ്ററിനായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.